ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. റോമാലേഖനം 8-ാം അധ്യായം 17-ാം വാക്യത്തിൽ നാം ക്രിസ്തുവിൻ്റെ മക്കളെങ്കിലോ അവകാശികളുമാകുന്നു. ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളും അത്രേ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടമനുഭവിച്ചാൽ അത്രേ. അപ്പോസ്തലനായ പൗലോസ് റോമാലേഖനത്തിൽ കൂടെ വ്യക്തമാക്കുന്ന ഒരു വിഷയം, നാം ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ അവകാശികളുമാണ്. നമ്മൾ ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുയേശുവിൻ്റെ കൂട്ടവകാശികളുമായി തീരുന്നു. എന്നാൽ ആ നിത്യ തേജസ് ക്രിസ്തുവിനോടുകൂടെ കൂട്ടവകാശിയാകണമെങ്കിൽ, ആ തേജസ്സിലേക്ക് കടക്കണമെങ്കിൽ ക്രിസ്തു അനുഭവിച്ച കഷ്ടങ്ങളെ പോലെ കഷ്ടങ്ങളിൽ കൂടെ ഈ ലോകത്തിൽ കടന്നേ മതിയാകത്തുള്ളൂ. എന്നാൽ വരുവാനുള്ള നിത്യതേജസ് വിചാരിച്ചാൽ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ലതാനും. പ്രിയപ്പെട്ടവരെ, രാവിലെ സമയം വിവിധങ്ങളായ കഷ്ടങ്ങളാൽ ഭാരപ്പെടുന്നു. വിവിധങ്ങളായ ഞെരുക്കങ്ങളും ഭാരമേറിയ അനുഭവങ്ങളാലും ഞരക്കമുണ്ടാകുന്നു. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് രാവിലെ നമ്മെ ഉറപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് ഒരു നിത്യ തേജസ്സിന് വേണ്ടി നാം ഒരുക്കപ്പെടുന്നവരാ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളായൊരു നിത്യ തേജസ്സിൽ എന്നേക്കും വസിക്കേണ്ടവരാ. ആ നിത്യ തേജസ്സിൻ്റെ ഘനമോർത്താൽ ഈ ലോകത്തിലെ കഷ്ടം സാരമില്ല. പ്രിയപ്പെട്ടവരെ, നൊടിനേരത്തേക്കുള്ള ഈ ലഘു കഷ്ടം അത്യന്തമനവധി നന്മയുടെ അനുഭവത്തിലേക്ക് നമ്മെ നയിക്കുകയാണ്. ആകയാൽ ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചവനാകുന്നു എന്ന് പറഞ്ഞൊരു കർത്താവാണ് നമ്മോട് പറയുന്നത്. ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. കഷ്ടങ്ങളിൽ കൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ ഇതിൽ നിന്ന് വിടുവിക്കുവാൻ ശക്തനായ ദൈവമാണ്. കഷ്ടങ്ങളാൽ പരീക്ഷിക്കപ്പെട്ടിട്ട് അതിൽ വിമുക്തനായി വിടുതൽ പ്രാപിച്ച് ജയാളിയായി തീർന്ന ക്രിസ്തു നമ്മോട് പറയുന്നു, ഈ കഷ്ടങ്ങൾ സാരമില്ല. ഈ മണ്ണിലെ ഈ കഷ്ടങ്ങൾ സാരമില്ല. നിത്യ തേജസ്സിനായി ക്രിസ്തുവിനോടുകൂടെ വാഴുവാൻ ഒരു സുദിനം നമുക്കായി ഒരുക്കപ്പെടുന്നു. ആ നിത്യ തേജസ് ഓർത്തിട്ട് ഈ കഷ്ടങ്ങളെ ലഘുവായി ചിന്തിക്കുക. ഈ പ്രതികൂലങ്ങൾ ദൈവം നമ്മെ വിടുവിക്കട്ടെ. ആമേൻ.